നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം നടന്ന മണ്ഡലമാണ് ആലപ്പുഴ. ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ NDA BJP സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായത്. ഏവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രകടനമായിരുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. ഇപ്പോൾ ഇതാ ആലപ്പുഴ മണ്ഡലത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വലിയ പൊട്ടിത്തെറികളും വാഗ്വാദങ്ങളും ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാർട്ടിയിലെ ഒരു വിഭാഗം ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ പ്രവർത്തിച്ചു എന്നുള്ള ആക്ഷേപം ശോഭാ സുരേന്ദ്രനടക്കം ഉന്നയിച്ചു യോഗത്തിൽ എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ചില പ്രസ്താവനകളും ചില പ്രതികരണങ്ങളും ആ യോഗത്തിലുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില മാധ്യമ വാർത്തകളുണ്ടായിരുന്നു. അതായത് ശോഭാ സുരേന്ദ്രൻ അവിടുത്തെ പ്രവർത്തനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നു, ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുന്നു. തുടർന്ന് തന്നെ BL സന്തോഷ് ആലപ്പുഴയിലേക്ക് എത്തുന്നു, ക്യാമ്പ് ചെയ്യുന്നു, അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ ജില്ലാ പ്രസിഡന്റിന് കൈമാറുന്നു. പിന്നീട് വളരെ തകൃതിയായി മത്സരം പുരോഗമിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ആലപ്പുഴയിലെ BJPക്കുള്ളിൽ കടുത്ത വിഭാഗീയത നിലനിന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായി കരുതേണ്ടി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ചില പൊട്ടിത്തെറികളും ചില ആക്ഷേപങ്ങളും ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ ഉള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇല്ലെങ്കിൽ ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ പ്രസിഡന്റോ രംഗത്ത് വരേണ്ടി വരും. അതുവരെ ഈ വാർത്തകൾ വിശ്വസിക്കാനേ തരമുള്ളൂ. അവിടെ 326 ബൂത്തുകളിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തനം നടന്നില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ ഈ അവലോകന യോഗത്തിൽ പറഞ്ഞതായിട്ടാണ് വിവരം. 14 ദിവസം കഴിഞ്ഞാണ് പോസ്റ്റർ പോലും ഒട്ടിച്ചത്. മറ്റു സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും ഫ്ലെക്സുകളും നിറഞ്ഞതിനു ശേഷമാണ് തൻ്റെ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ തുടങ്ങിയതെന്നും ശോഭാ സുരേന്ദ്രൻ ഈ യോഗത്തിൽ ആരോപണം ഉന്നയിച്ചു. സ്ഥാനാർത്ഥിയുടെ മാനേജർക്ക് വാഹനം പോലും നൽകിയില്ല. ആത്മാർത്ഥമായി പ്രവർത്തിച്ചവർക്ക് നന്ദി, ബാക്കി ഫലപ്രഖ്യാപനത്തിന് ശേഷം പറയാമെന്ന വെല്ലുവിളിയോടുകൂടിയാണ് ശോഭാ സുരേന്ദ്രൻ ചർച്ച അവസാനിപ്പിച്ചതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ആലപ്പുഴയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ 1,89,000 വോട്ടാണ് KS രാധാകൃഷ്ണൻ സമാഹരിച്ചതെങ്കിൽ ഇത്തവണ ഒരു വിജയസാധ്യതയുള്ള അവസ്ഥയിലേക്ക് വരെ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ചടുലമാക്കി കൊണ്ടുപോകാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ, ചില വിവാദങ്ങൾ പുറത്തു വരുന്നത്. അവിടെ ആലപ്പുഴയിൽ പാർട്ടി ഒറ്റക്കെട്ടായിരുന്നില്ലേ? ഇത്രത്തോളം പ്രതീക്ഷ പുലർത്തിയ ഒരു മണ്ഡലത്തിൽ, ഇത്രത്തോളം ചടുലമായ പ്രവർത്തനം നടന്ന മണ്ഡലത്തിൽ ആരെങ്കിലും ശോഭാ സുരേന്ദ്രൻ്റെ പരാജയത്തിന് വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്നോ? ഇതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത്തരത്തിലൊരു പ്രവർത്തനം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷാ നടപടി അവർക്ക് കൊടുത്തേ പറ്റൂ. കാരണം കേരളത്തിൽ ഇപ്പോഴും BJP ഒരു അധികാര കേന്ദ്രത്തിലേക്ക് വരാനുള്ള ശക്തി സമാഹരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ശക്തി സമാഹരിച്ച് പാർട്ടിയെ മണ്ഡലങ്ങളിൽ വിജയിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് പകരം വിഭാഗീയത നടത്തിക്കൊണ്ട് ആരെങ്കിലും കാലുവാരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകേണ്ടത് തന്നെയാണ്. അല്ലാത്ത പക്ഷം ഈ പാർട്ടി ഒരു കാലത്തും കേരളത്തിൽ ഗതി പിടിക്കില്ല എന്നുള്ളത് സത്യസന്ധമായി തുടരും. കാരണം ഇപ്പോഴും ഈ പാർട്ടിയിൽ വിഭാഗീയതയും കെടുകാര്യസ്ഥതയും തമ്മിൽക്കുത്തും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പല നേതാക്കളും പല തട്ടിലാണ്. കേന്ദ്രവുമായി ബന്ധമുള്ള നേതാക്കൾ ഒരു തട്ടിൽ, കേന്ദ്രവുമായി ബന്ധം കുറഞ്ഞ നേതാക്കൾ ഒരു തട്ടിൽ, പ്രാദേശികമായി തന്നെ 10 ഗ്രൂപ്പുകളും 10 തരക്കാരുമായിട്ടുള്ള ആളുകൾ. അപ്പോൾ അധികാരത്തിൽ നിന്ന് ഇത്രത്തോളം അകന്നു നിൽക്കുമ്പോഴും ഇതാണ് പാർട്ടിക്കുള്ളിലെ ഈ തമ്മിലടിയെങ്കിൽ അധികാരം കൂടി കിട്ടിയാൽ ഏതവസ്ഥയിലേക്ക് എത്തുമെന്ന് പ്രാദേശിക നേതാക്കൾ തന്നെ ചോദിക്കുന്നു. പാർട്ടിയെ സ്നേഹിക്കുന്ന പ്രവർത്തകർ തന്നെ ചോദിക്കുകയാണ്. എന്തായാലും ആലപ്പുഴയിൽ തുറന്നുവിട്ട ഭൂതം ചെറുതല്ല. അത് വലിയ തോതിൽ കേരളത്തിലെ പാർട്ടി സംവിധാനത്തെ ബാധിക്കും.
ഈ വാർത്ത ശരിയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളും വാഗ്വാദങ്ങളും ഈ വെല്ലുവിളികളും നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ BJPയുടെ ഭാവിയെ സംബന്ധിച്ച് ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നതിൽ ഒരു തർക്കവുമില്ല. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ, തിരുവനന്തപുരത്ത് മത്സരിച്ചത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. ഈ രണ്ട് മണ്ഡലങ്ങളിലടക്കം കേരളത്തിൽ 3-4 മണ്ഡലങ്ങളിൽ BJP വിജയിക്കുമെന്ന് ഇപ്പോഴും BJP പ്രവർത്തകർ തന്നെ വിശ്വസിക്കുന്നു, BJPയുടെ നേതൃത്വവും വിശ്വസിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ വലിയ തോതിൽ മത്സരം കാഴ്ചവെക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയം ഉറപ്പിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ആലപ്പുഴ സംബന്ധിച്ച ചില ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പുറത്തു വരുന്നത്. ആലപ്പുഴയിൽ നേരത്തെ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിച്ച് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. തനിക്കെതിരെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് അത്തരം വാർത്തകൾ. ആ വാർത്തകളിൽ ഒരു അടിസ്ഥാനവുമില്ല. താൻ പാർട്ടിക്കെതിരെയോ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിനെതിരെയോ കേന്ദ്ര നേതൃത്വത്തിന് ഒരു പരാതി നൽകിയിട്ടില്ല. താൻ അത്തരത്തിൽ പരാതി നൽകിയെന്നുള്ള ആ വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്, ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതുമാത്രവുമല്ല, ചില പ്രത്യേക മാധ്യമങ്ങളാണ് തനിക്കെതിരെ വരുന്ന ഇത്തരം വാർത്തകൾക്ക് പിന്നിലെന്ന ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണം അക്ഷരം പ്രതി വിശ്വസിക്കുകയായിരുന്നു മറ്റു മാധ്യമങ്ങൾ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അന്ന് വന്ന വാർത്തകളിൽ കഴമ്പുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്ന് ശോഭാ സുരേന്ദ്രൻ നേരിട്ട് അല്ലെങ്കിൽ രേഖാമൂലം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നില്ലെങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യം, ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ശോഭാ സുരേന്ദ്രന് പ്രചരണ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് BL സന്തോഷ് അടക്കമുള്ള വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ ആലപ്പുഴയിലേക്ക് എത്തുകയും പ്രവർത്തകരുമായി പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തുകയും ഏകോപന ചുമതല ജില്ലാ പ്രസിഡന്റ് തന്നെ നൽകുകയും ചെയ്തത്. അതിന് പിന്നാലെ വളരെ സുഖകരമായി ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. സുഖകരമായി വളരെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. സുഖകരമായി പ്രചരണം നടക്കുന്നു. കൊട്ടിക്കൊലാശത്തിൻ്റെ സമയത്ത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടുന്നു ശോഭാ സുരേന്ദ്രൻ. സ്വീകാര്യത നേടുന്നു എന്ന് മാത്രമല്ല, SNDP യോഗത്തിൻ്റെ അടക്കം NSSൻ്റെ അടക്കം വലിയ പിന്തുണ അവിടെ ഉണ്ടാകുന്നു. ലത്തീൻ സമുദായം ആദ്യമായി ഒരു പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് അവിടെയാണ്. അങ്ങനെ സഭാ നേതൃത്വമായിട്ടും വിവിധ ക്രൈസ്തവ സഭകളുമായിട്ടും വലിയ ബന്ധമുണ്ടാക്കുന്നു ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ ഒരു വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായി, ഒരു A ക്ലാസ് മണ്ഡലമായി ആലപ്പുഴയെ മാറ്റുന്ന ഒരു തരത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മറുഭാഗത്ത് ചില ആക്ഷേപങ്ങൾ ഉയരുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് അത്രത്തോളം താല്പര്യമുള്ള ആളല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം കുറേ കാലം മുൻപ് ഏറെ നാൾ പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും ഔദ്യോഗിക പരിപാടികളിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ മാറി നിന്നിരുന്നു, അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരുന്നു. പിന്നീട് പാർട്ടിയിലെ ചില നേതാക്കളെ തള്ളിപ്പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ തന്നെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് സീറ്റ് ലഭിക്കില്ല എന്ന് കരുതിയെന്നിടത്തുനിന്നാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രന് ഒരു സ്ഥാനാർത്ഥിയായി ഒരു അവസരം ലഭിക്കുന്നത്. സധൈര്യം ആലപ്പുഴയിലേക്ക് എത്തുന്നു ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയിൽ വമ്പിച്ച പ്രതീക്ഷ നൽകുന്നു. ആലപ്പുഴയിൽ വലിയ പ്രകടനം കാഴ്ചവെക്കുന്നു. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കും ആലപ്പുഴയിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേ സ്ഥാനത്ത് കഴിഞ്ഞ തവണ താൻ മത്സരിച്ച് 2,48,000 വോട്ട് നേടിയ ആറ്റിങ്ങലിൽ മത്സരിക്കാൻ ശോഭാ സുരേന്ദ്രന് ആഗ്രഹമുണ്ടായിരുന്നിരിക്കാം. എന്നാൽ നേരത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആ മണ്ഡലം കൃത്യമായി നോട്ടമിടുകയും ആ മണ്ഡലത്തിൽ പ്രവർത്തനം നേരത്തെ തന്നെ ശക്തമാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വി മുരളീധരൻ തന്നെ ആദ്യമേ ആറ്റിങ്ങലിൽ മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇതിന് ശേഷമാണ് ഒരു മണ്ഡലവും പ്രതീക്ഷയിലായിരുന്ന ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് വരുന്നത്. എന്തായാലും ഇതിലൊക്കെ ശോഭാ സുരേന്ദ്രൻ അതൃപ്തി ഉണ്ടാകാം. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് ഒപ്പമുള്ളവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ വിഭാഗീയത, ആ വിഭാഗീയത യാഥാർത്ഥ്യമാണെങ്കിൽ അതൊരിക്കലും വച്ച് പൊറപ്പിക്കാൻ പറ്റാത്തതാണ്. ആ വിഭാഗീയത വീണ്ടും തുടരുകയാണെങ്കിൽ കേരളത്തിൽ BJPയുടെ ശക്തി കാണിക്കുന്ന അവസാന തെരഞ്ഞെടുപ്പാകും. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോൾ BJP ഇതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലേക്ക് തോറ്റു തുന്നം പാടുമെന്നതിൽ ഒരു തർക്കവുമില്ല.